ഓഗസ്റ്റ് 16 ഹംഗറിയിലെ വിശുദ്ധ സ്റ്റീഫൻ. ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾ അത്യധികം ഇഷ്ടപ്പെട്ടിരുന്ന പ്രഭു ഗേസായിക്കും ഗർഭിണിയായ ഭാര്യ സർലോത്തിനും പ്രഥമ രക്തസാക്ഷിയായ സ്റ്റീഫൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: ജനിക്കുന്ന കുട്ടി ആണായിരിക്കുമെന്നും അവൻ്റെ കാലത്ത് വിഗ്രഹാരാധന ഉണ്ടാകുകയില്ലെന്നും അറിയിച്ചു. ആ കുഞ്ഞിന് അവർ സ്റ്റീഫൻ എന്ന് പേരിട്ടു. പിതാവിൻ്റെ മരണശേഷം സ്റ്റീഫൻ രാജഭരണം ഏറ്റെടുക്കുകയും വ്യഭിചാരം, ദൈവദൂഷണം, കൊലപാതകം, മോഷണം തുടങ്ങിയ പരസ്യക്കുറ്റങ്ങൾ നിയമം കൊണ്ട് നിരോധിച്ചു. ക്രിസ്ത്യാനികൾ വിഗ്രഹാരാധകരെ വിവാഹം ചെയ്തുകൂടെന്നും നിയമം ഉണ്ടാക്കി. വേഷപ്രച്ഛന്നനായി നിന്ന് അദ്ദേഹം നിയമങ്ങൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. ഞായറാഴ്ച കുർബാന കാണാത്തതിനും മാംസവർജന നിയമം ലംഘിക്കാത്തതിനും അദ്ദേഹം ശിക്ഷ നൽകിയിരുന്നു. തൻ്റെ രാജ്യം ദൈവിക സംരക്ഷണത്തിൽ ഏൽപ്പിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വസ്ത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഉദാശകൾ ഭക്തിപൂർവ്വം സ്വീകരിച്ച് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ മകൻ എമറിക്കും വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു.